വൈസ് ചാൻസലറെ തീരുമാനിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവകാശം എടുത്തുകളയുന്ന UGC ചട്ടങ്ങൾക്കെതിരെ കേരളം. VC നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമുണ്ടാകില്ലെന്ന നിലപാടിലെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെയും UGCയെയും സംസ്ഥാനം അറിയിക്കും. കരടിന് അംഗീകാരം നൽകും മുൻപ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും UGCക്കും കത്തയക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ന്യൂസ് 18നോട് പറഞ്ഞു. വൈസ് ചാൻസലർ നിയമനത്തിന്റെ സമ്പൂർണ്ണ അധികാര കേന്ദ്രമായി ചാൻസലർമാരെ മാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കേന്ദ്രം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ നയങ്ങളും താൽപര്യങ്ങളും സർവകലാശാലകൾ നടപ്പാക്കാനാണ് ഈ നീക്കമെന്നാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങളുടെ നിലപാട്. സർവകലാശാലകൾ സംസ്ഥാന സർക്കാരിൻ്റേതാണ്. അവിടെ സംസ്ഥാന ഗവൺമെന്റ് അവകാശങ്ങൾ തടയുന്ന നിലപാട് പ്രതിഷേധാർഹമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റുകളുടേതാണ് പൊതു സർവകലാശാലകൾ. അത്തരം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ സംസ്ഥാന ഗവൺമെന്റിന് ഒരു പങ്കും പാടില്ല എന്നുള്ള രീതിയിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും UGCയുടെയും നിലപാട് അത്യന്തം പ്രതിഷേധാർഹമാണ്. VCമാരുടെ യോഗ്യതകൾ സംബന്ധിച്ച ചട്ടങ്ങളിലും സംസ്ഥാനത്തിന് എതിർപ്പുണ്ട്. വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് പുറമെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യവസായ പ്രമുഖർക്കും VCമാരാകാമെന്ന നിർദ്ദേശം അംഗീകരിക്കാനാകില്ല. പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് വേണ്ടുന്ന സജഷൻസ് വയ്ക്കാൻ കമ്മീഷനെ നിയോഗിച്ച സർക്കാരുകളാണ് നമ്മൾ കണ്ടത് മുൻപ്. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അക്കാദമിക ഗുണമേന്മയും ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസുമായിരിക്കണം ഒരു VC നിയമനത്തിൽ സുപ്രധാനമായ ഘടകമാകേണ്ടത്. അതിനു പകരം വ്യവസായ പ്രമുഖർക്കോ അതല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കോ ഒക്കെ വൈസ് ചാൻസലർമാരാകാമെന്നുള്ള സ്ഥിതി വന്നാൽ അത് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രതിലോമകരമായ ആഘാതമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. VC നിയമന അധികാരം പൂർണ്ണമായും ഗവർണറിലേക്ക് മാറുന്നതിനെ പ്രതിപക്ഷവും എതിർക്കുകയാണ്. ഇതിന് ബദൽ മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം.